പുഴയോരത്തിന് കവചമൊരുക്കി കണ്ടൽ തൈകൾ. കാസർഗോഡ് തൃക്കരിപ്പൂരിലാണ് പുഴയോര സംരക്ഷണത്തിനായി തൈകൾ നട്ടുപിടിപ്പിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ഭാവ നേതൃത്വം നൽകി. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൽപ്പാദിപ്പിച്ച 1000 കണ്ടൽ തൈകളാണ് പുഴയോരത്ത് വെച്ചുപിടിപ്പിച്ചത്. വാട്ടർ സെക്യൂരിറ്റി ആൻഡ് ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ ഇൻ റൂറൽ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണിത്. 2 വർഷം ഭാഗമായ കണ്ടൽ തൈകൾ വാസ്ക പ്രോജക്ട് കണ്ടൽ സ്പെഷ്യലിസ്റ്റുകൾ നേതൃത്വം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് വി.കെ. ഭാവ കണ്ടൽ തൈകൾ നട്ട് ഉദ്ഘാടനം ചെയ്തു. നമുക്കെല്ലാവർക്കും അറിയാം കണ്ടൽ ചെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇന്ന് തൃക്കരിപ്പൂർ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പഞ്ചായത്തിലെ 3 ഭാഗങ്ങളും പുഴയോരങ്ങളാണ്. ആ ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ കണ്ടൽ ചെടി വ്യാപിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് വാസ്കയുടെ സഹകരണത്തോടു കൂടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കണ്ടൽ ചെടിയെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവരെയും മണ്ണൊലിപ്പ് തടയാൻ പറ്റും, അതുപോലെ ശുദ്ധവായു ശ്വസിക്കാൻ പറ്റും, അതുപോലെ മീനുകളുടെ നല്ല മീൻ ഉൽപ്പാദനങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, സുനാമി പോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ കണ്ടൽ ചെടി കണ്ടൽ മരങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ട് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലൊക്കെ അനുകൂലമായ സാഹചര്യങ്ങളാണ് ഇതിലുള്ളത്. MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷൻ കണ്ടൽ സ്പെഷ്യലിസ്റ്റുകളായ രാജവേലൻ ജി, ബി സെൽവമുകിലൻ എന്നിവർ കണ്ടൽ തൈകൾ നടുന്നതിന് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പരിശീലനം നൽകി. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്. ഇടുക്കി അടിമാലി ടൗണിൽ വ്യാപാര സ്ഥാപനത്തിലേക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട കാർ പാഞ്ഞു കയറി അപകടത്തിൽ വ്യാപാരശാലയുടെ വരാന്തയിൽ നിന്നിരുന്ന ആൾക്കുൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. വിനോദസഞ്ചാരികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്.